ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഏത്തയ്ക്ക കൊണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഏത്തയ്ക്കയുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് എന്തുണ്ടാക്കാം, അതായിരുന്നു നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ഗോതമ്പ് പൊടിയിലേക്ക് 1 സ്പൂൺ മൈദയും കൂടി ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നമുക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ അതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് യോജിപ്പിക്കുക. അതെല്ലാം നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഏത്തയ്ക്ക നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് അരിഞ്ഞ് നമുക്ക് എടുക്കാം കേട്ടോ. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. പിന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി. അതിനുശേഷം ഞാൻ ഏത്തയ്ക്ക ഇതേപോലെ ചെറുതായിട്ടായിരുന്നു അരിഞ്ഞിട്ടുണ്ടായിരുന്നത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം. നമുക്ക് അതിലെല്ലാ ഭാഗത്തും പിടിക്കണമല്ലോ. അങ്ങനെ ഇതിൽ തേച്ച് പിടിപ്പിച്ച് ഒരു 10-15 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം, കാരണം ഇതൊന്നും ഇതിൽ പിടിക്കണമല്ലോ. അതിനുശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതേപോലെ സാധാ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ. സാധാരണ മുക്കിയെടുക്കുന്ന അത്ര എണ്ണ ഒന്നും എടുത്തിട്ടില്ല. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഏത്തയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ കുറേ ഉള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം മുരിഞ്ഞ് കിട്ടിയപ്പോൾ ഞാൻ തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ശ്രദ്ധ ചെറുതായിട്ടൊന്ന് തെറ്റിയോണ്ട് ശകലം കരിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, സാധനം നല്ല ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു സാധനമാണ്. വളരെ സിമ്പിളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്